വളർത്തുനായയുടെ സഞ്ചയനം നടത്തുക, അതും ക്ഷണക്കത്തടിച്ച് പരിചയക്കാരെ ഒക്കെ വിളിച്ച ഒരു സഞ്ചയനം. കൊല്ലം എഴുകോണിലാണ് വിസ്കി എന്ന കുട്ടപ്പായി എന്ന വിളിപ്പേരുള്ള പഗ്ഗിനത്തിൽപ്പെട്ട നായയുടെ സഞ്ചയനം നടന്നത്. ആ സ്നേഹബന്ധത്തിന്റെ അപൂർവ കഥ നമുക്കൊന്ന് കാണാം. അവിടെ പോയി ഇങ്ങനെ കിടന്നു, ഒരു പൊസിഷനിൽ കിടന്നിട്ട് പിന്നെ ഇയാൾക്കത് ഇങ്ങനെ കൈ നീട്ടി താടി ഇങ്ങനെ വെച്ചൊരു കിടപ്പുണ്ട്. 3 മണിയായി 4 മണിയായിട്ട് മോൻ എണീക്കുന്നില്ല. അപ്പൊ ഒരു 4:30 ആയപ്പോ ഞാൻ മോളെ വിളിച്ചിട്ട് ഇവ ഇങ്ങനെ ഉറങ്ങാറില്ലല്ലോ എന്ന് പറഞ്ഞു. ചെന്നിങ്ങനെ തട്ടി നോക്കി എന്റെ കുഞ്ഞിങ്ങനെ എല്ലാവർക്കും എളുപ്പത്തിന് വേണ്ടി ഞാൻ തന്നെ വെറുതെ കുട്ടപ്പായി വാടാന്ന് വിളിച്ച് അവയൊക്കെ ഓടി വന്നു. അന്ന് മുതൽ ഞങ്ങളുടെ കുട്ടപ്പായിയാ. അവൻ ഞങ്ങൾക്ക് നായക്കുട്ടിയല്ലായിരുന്നു, ഇളയ മകൻ തന്നെയായിരുന്നു. അത്രയ്ക്ക് ഞങ്ങൾ അവനെ സ്നേഹിച്ചിരുന്നു. തിരിച്ചും എഴുകോൺ സ്വദേശി സോമരാജന്റെ മകൾ ഫേസ്ബുക്കിൽ കുറിച്ച വാക്കുകളാണിത്. കുട്ടപ്പായിയും സോമരാജന്റെ കുടുംബവും തമ്മിലുള്ള സ്നേഹബന്ധത്തിന് കൂടുതൽ തെളിവുകൾ വേണ്ട. ഞാൻ രാത്രി ഇച്ചിരി ലേറ്റ്, കാരണം ഒരു 6-6:30 വീട്ടിലെത്തും. അതുവരെ കണ്ടില്ലെങ്കിൽ അവൻ സിറ്റൗട്ടിൽ നിന്ന് ഞാൻ വന്നതിന് ശേഷം അകത്ത് ഇറക്കും. എല്ലാ ദിവസവും രാവിലെ ഞാൻ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അവൻ എൻ്റെ കൂടെ തന്നെ സാധാരണ എഴുന്നേക്കും. ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് ഇച്ചിരി ലേറ്റായി എഴുന്നേക്കുന്നത്. ഞാൻ കുളിക്കാൻ പോകുന്നെങ്കിൽ അവിടെ ഉണ്ട്, ഷേവ് ചെയ്ത് ഡ്രസ്സ് ചെയ്ത് എന്നെ വിട്ട് കഴിഞ്ഞാൽ അടുത്ത ഞാൻ പൂജാമുറി പോകുമ്പോൾ അവിടെ വന്നിട്ട് പറഞ്ഞ കണക്ക് തന്നെ അവൻ അകത്ത് കയറത്തില്ല. അവിടെ വന്ന് പടിവാതൊക്കെ നീണ്ടു നേരെ ഭഗവാന് ദർശനം കിട്ടത്തക്ക അവിടത്തെ കിടക്കത്തുള്ളൂ. വാരി കൊടുത്താൽ മാത്രമേ കഴിക്കൂ അവസാന നിമിഷം വരെ. അതങ്ങനെ നമുക്ക് ഒരിക്കലും അവനെ വിട്ട് മാറി നിൽക്കാൻ വയ്യാത്തൊരു സാഹചര്യത്തിൽ ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത്. 11 വർഷങ്ങൾക്ക് മുമ്പ് 45 ദിവസം പ്രായമുള്ളപ്പോഴാണ് കുട്ടപ്പായി സോമരാജന്റെ വീട്ടിലെത്തുന്നത്. അന്നു മുതൽ ഊണും ഉറക്കവുമെല്ലാം കുടുംബാംഗങ്ങൾക്കൊപ്പം. എവിടെ യാത്ര പോയാലും കുട്ടപ്പായിക്കും കാറിലൊരു സ്ഥാനമുണ്ടായിരുന്നു. 11 വർഷം നീണ്ട യാത്ര കഴിഞ്ഞ ദിവസം അവസാനിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് കുട്ടപ്പായി മരിച്ചു. സ്വന്തം മകന് തുല്യനായിരുന്ന നായ്ക്ക് ഉചിതമായ യാത്രയപ്പ് നൽകാൻ കുടുംബം തയ്യാറായി. കുട്ടപ്പായിയുടെ സംസ്കാരം എല്ലാം പൂർത്തിയായി. പിന്നീട് സഞ്ചയനം നടത്താൻ തീരുമാനിച്ചു. പരിചയക്കാരെ എല്ലാം വിളിച്ചു വരുത്തി സഞ്ചയന ചടങ്ങ് നടത്തി. പൂജാകർമ്മങ്ങളനുസരിച്ച് ചെയ്ത് ഇന്നിപ്പോൾ 5-ന് സഞ്ചാരിയുമായിട്ട് തന്ത്രിയും മൂപ്പരെയും കൂടെ പിടിപ്പിച്ചിട്ട് പ്രാഥമികമായിട്ട് പൂജകളൊക്കെ നടത്തി. ഞങ്ങളൊരു വെള്ളി വിഗ്രഹം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മലബാർ റോഡിൽ നിന്ന് ചോദിച്ചായിരുന്നു. അവരിന്ന് പറയാമെന്ന് പറഞ്ഞു. ഇതേടെ ഫോട്ടോ കൊടുക്കാൻ പറഞ്ഞു. ഇതേ കിടക്ക് ചെറിയൊരു പ്രതിമ ഉണ്ടാക്കി പനശ്ശേരിക്കടവ് മുത്തപ്പന് സമർപ്പിക്കാമെന്നാണ് ഞങ്ങൾ തീരുമാനിച്ചത്. ഇന്നത്തെ കഴിഞ്ഞ് 10-20 ദിവസം കഴിഞ്ഞ് പ്രായം കഴിഞ്ഞിട്ടുള്ള ഒരു എണ്ണത്തിനെ എടുത്ത് ഇവരില്ലെങ്കിൽ ശരിയാവത്തില്ല, ഇവർക്ക് പിടിച്ചിരിക്കാൻ പറ്റാതെ മുന്നോട്ട് നമ്മൾ അടക്കി ഒരു 10 ദിവസം, ഇന്നത്തെ കഴിഞ്ഞൊരു 10 ദിവസം കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് പിന്നുള്ളൊരു 10 ദിവസം വെച്ചൊരു കുട്ടി എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഒരു മൃഗം എങ്ങനെയാണ് മനുഷ്യന് ഇത്രത്തോളം വേണ്ടപ്പെട്ടതാകുന്നത് എന്നതിന്റെ തെളിവ് കൂടിയാണ് ഈ ചടങ്ങ്. മാതൃഭൂമി ന്യൂസ്, കൊല്ലം. തീർച്ചയായിട്ടും ഒരു മൃഗത്തോടാണ് അവർ ഇത്രയേറെ ആദരവ് കാണിക്കുന്നത്. ഒരു മനുഷ്യന്റെ സംസ്കാരം എങ്ങനെയാണോ അതേപോലെ തന്നെയാണ്. അവരുടെ അത്രമേൽ പ്രിയപ്പെട്ട ഒരാളായിരുന്നു കുട്ടപ്പായി. നമുക്കൊപ്പം കണ്ണൻ നായർ ചേരുന്നുണ്ട്. കണ്ണൻ, മൃഗസ്നേഹത്തിന്റെ ഒരു അപൂർവ കാഴ്ചയായിട്ട് ഇതിനെ കാണാം. അതായത് സഞ്ചയനം, അതും എല്ലാ ആളുകളെയും ക്ഷണക്കത്തടിച്ച് വിളിച്ചൊക്കെ ഒരു സഞ്ചയനം നടത്തുക. ഇത് കാണുമ്പോൾ മൃഗങ്ങളോടുള്ള സ്നേഹം എത്രമാത്രമായിരുന്നു അവർക്ക് കുട്ടപ്പായി എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. കുട്ടപ്പായി എത്രത്തോളം ആ കുടുംബം സ്നേഹിച്ചിരുന്നു എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് നമ്മൾ കണ്ട ദൃശ്യങ്ങൾ. ആ കുട്ടപ്പായി എന്ന് പറയുന്ന നായ ആ വീട്ടിലെ ഏറ്റവും പ്രിയപ്പെട്ട അരുമമൃഗമായിരുന്നു. 45 ദിവസം പ്രായമുള്ള സമയത്താണ് ആ വീട്ടിലേക്ക് ആ നായ എത്തുന്നത്. പിന്നീട് ഒരു കുഞ്ഞിനെ വളർത്തുന്നത് പോലെയാണ് ആ നായ അവർ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അത് ഒരു വീട്ടിലെ ഒരു കൊച്ചു കുഞ്ഞ് എങ്ങനെ വളർന്നു വരുന്നോ അതിന് സമാനമായ രീതിയിൽ, അതിനെ കാണുമ്പോൾ രോമത്തൊക്കെ ഉള്ള ഒരു ആ ഫോട്ടോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. അതുകൊണ്ട് തന്നെ ആ വീട്ടുകാരൊക്കെ തന്നെ ഭയങ്കര സ്നേഹമായിരുന്നു. അവരെവിടെ യാത്ര പോയാലും അതിൽ കാറിൽ ഒരു സീറ്റിൽ ഈ കുട്ടപ്പായി ഉണ്ടാകും. കുട്ടപ്പായി എന്ന് പറയുന്ന ഒരു പ്രത്യേകത, അത് അവരോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത്, കുട്ടപ്പായി ഒരു പ്രത്യേകത വെച്ചാൽ അവൻ നേരിട്ട് ഭക്ഷണം കഴിക്കില്ല. അവന് ചോറാണെങ്കിൽ വാരി കൊടുക്കണം, ഭക്ഷണം വാരി കൊടുക്കണം. അതായത് കുഞ്ഞുങ്ങൾക്ക് വാരി കൊടുക്കുന്നത് എങ്ങനെയാണോ അതിന് സമാനമായ രീതിയിലാണ്. അതിൻ്റെ മരണം വലിയ വിഷമം ഉണ്ടാക്കി. പക്ഷേ ഒരു പ്രായമാകുമ്പോൾ അങ്ങനെയൊക്കെയുള്ള വളർത്തുനായ്ക്കളൊക്കെ തന്നെ ചാവാറുണ്ട്.
അങ്ങനെ അതിൻ്റെ സംസ്കാരം നടത്തി. അത് ഒരു സാധാരണ ഒരാളെ സംസ്കരിക്കുന്ന എങ്ങനെ, ഒരു മനുഷ്യനെ സംസ്കരിക്കുന്നത് എങ്ങനെയാണോ അതിന് സമാനമായ രീതിയിൽ ഒരു കുഴിയൊക്കെ വെട്ടി അതിന് തീർച്ചയായിട്ടും ഒരു മനുഷ്യനെ സംസ്കരിക്കുന്നത് എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് കുട്ടപ്പായിക്കും അവർ അന്ത്യയാത്ര നൽകിയത്. എന്തായാലും കുട്ടപ്പായി എന്നും ഒരു തീരാനോവായി അവരുടെ മനസ്സിലുണ്ടാകും എന്നുള്ളതാണ് നമുക്ക് ആ ദൃശ്യങ്ങളിലൂടെ ഒക്കെ മനസ്സിലാകുന്നത്.